അവന്റെ മരണം അടുത്തോ ഇല്ലയോ എന്നറിയാൻ 3 അടയാളമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ? വേണോ വേണ്ടേ? ഉള്ള സമാധാനം പോകും. വേണോ? ആഗ്രഹമുള്ളവർ കൈവക്കിക്ക്. നീ പൊക്കിയാൽ എന്ത്, പൊക്കിയില്ലെങ്കിൽ അസ്രായേൽ നിന്നെ പൊക്കും, പേടിക്കണ്ട. ആ ചങ്ങാതിക്ക് പിന്നെ തെറ്റാറില്ലല്ലോ. 3 അടയാളം ഞാൻ പറഞ്ഞു തരാം. ഈ സദസ്സിരിക്കുന്ന ആർക്കെങ്കിലും ഈ 3 അടയാളത്തിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ നീ വണ്ടി എടുത്തുകൊണ്ട് എവിടെ പോണം? അള്ളാഹു നിനക്ക് നാളെ രാവിലെ എഴുന്നേക്കാൻ ആയുസ് തന്നാ നീ ഇവിടെ നിന്ന് രാത്രി പോകുമ്പോൾ നേരം വെളുക്കണ്ട. നിനക്ക് അള്ളാഹു ആയുസ് തന്ന നാളെ വടകരയിൽ പോയിട്ട് നല്ലൊരു കഫൻ തുണി വാങ്ങണം കേട്ടാ. കടം വല്ലതും വീട്ടാനുണ്ടെങ്കിൽ വീട്ടിൽ പോകണം. യാത്ര പറയേണ്ടവരോടൊക്കെ പറഞ്ഞോണം. പൊരുത്തം ചോദിക്കേണ്ട പെണ്ണുങ്ങളൊക്കെ പോയിട്ട് നാളെ കഫൻ തുണി വാങ്ങിച്ചോണം. നിന്നെ പൊതിയാൻ ഇനി ഫർദൊന്നും വേണ്ട. നിന്നെ പൊതിയാനുള്ള കഫൻ തുണി നിന്റെ പൈസ കൊടുത്ത് തന്നെ വാങ്ങും. ആണുങ്ങളൊക്കെ പറ്റുമെങ്കിൽ പള്ളിയിൽ പോയി കവർ കുഴിച്ചിട്ടോ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നേരെ ഇരിക്ക്. മരണത്തിന്റെ അടയാളം, നിന്റെ ഒടുക്കത്തെ പോക്കിന്റെ അടയാളം പറയാൻ പോണ. നേരെ ഇരുന്ന് കേട്ടോ. ഒന്ന് ബയാലു ശഅരിക ബഅദ സവാദിഹി. വാപ്പാ, ഉമ്മ, നീ ഇരിക്കണ നിങ്ങളെല്ലാവരും നിങ്ങളുടെ തലയിൽ, നിങ്ങളുടെ താടിയിൽ നോക്കണം. ഈ തലയിലെയോ താടിയിലെയോ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ വാപ്പാ നിനക്ക് സമയം അടുത്തു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, മരണത്തിന്റെ 1ാമത്തെ അടയാളം നോക്കിക്കോ. നിന്റെ താടിയിലും തലയിലും നോക്കിക്കോ. ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ നിനക്കുള്ള കഫൻ തുണി നീ തന്നെ വാങ്ങി വെച്ചോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇനിയിപ്പം നരയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അല്ലേ? എല്ലാം നരച്ചു കഴിഞ്ഞു. പുറകിലോട്ട് നോക്കണില്ല, കാരണം എല്ലാം വെട്ടാൻ നിർത്തിയിരിക്കുന്ന ആൾക്കാരാ. എല്ലാം നരച്ചു അല്ലേ? ക്ലീൻ ഷേവ്. വാപ്പ 50 45 കഴിഞ്ഞു. 40 വയസ്സ് കഴിഞ്ഞിട്ടും വാപ്പമാര് ക്ലീൻ ഷേവ. വാപ്പ 40 നന്നാകണം കേട്ടാ. 40 വയസ്സായ മനുഷ്യൻ പിന്നെ അവൻ വേറെ ഒന്നുമില്ല എന്നാ. ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് കാത്തിരിക്കണോന്നാ. ഖുർആനിന്റെ ആയത്ത് മോദിയിട്ട് 40 വയസ്സ് കഴിഞ്ഞവൻ കാത്തിരിക്കണമെന്നാ. 40 കഴിഞ്ഞിട്ട് നന്നാകാത്തവനെ കുറിച്ച് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങളുടെ ആരുടെയെങ്കിലും മുടി നരച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പെങ്ങളെ റിമോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് ഒരുങ്ങിക്കോ. അള്ളാഹു നല്ല യാത്ര തരുമാറാകട്ടെ. അള്ളാഹു നല്ല യാത്ര തരുമാറാകട്ടെ. 2ാമത്തെ അടയാളം നിത്യമായിട്ടുള്ള രോഗങ്ങളാണ്. നിത്യമായിട്ടുള്ള രോഗങ്ങൾ, അസുഖങ്ങളുള്ളവർ കൈവെക്കാൻ പറഞ്ഞാൽ 2 കൈയും വെക്കും ഇപ്പൊ എല്ലാവരും. കാരണം എന്താ? എല്ലാവരും രോഗികളാണ്. പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ തൈറോയിഡോ ബി പി എന്തെങ്കിലും ഒരു രോഗം. നിത്യമായിട്ടുള്ള രോഗങ്ങൾ മരണത്തിന്റെ അടയാളമാണ്. 3 പഴയ ആരോഗ്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? വാപ്പ, ഈ സദസ്സിരിക്കണ കൊച്ചുകുട്ടികൾ ഒഴിച്ച് ബാക്കി ഓരോരും ചോദിച്ചേ, നിങ്ങൾക്ക് പഴയ ആരോഗ്യം? ഓടാൻ പറ്റുമോ? ഇവിടെ നിന്ന് അവിടെ വരെ ഓടാൻ പറ്റുമോ? കുനിയാൻ പറ്റുമോ? നടുവിന് വേദന, സർവ്വവേദന, കസേരയില ഇല്ല അല്ലേ? പഴയ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടു. നെളിഞ്ഞ് നടന്നവർ മുഴുവനും കൂനു വന്ന് തുടങ്ങി, തൊലി ചുളുങ്ങി തുടങ്ങി. അപ്പൊ അത് നിന്റെ യാത്രയുടെ അടയാളമാണ്. അള്ളാഹു നമുക്ക് ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഈ പറഞ്ഞ 3 അടയാളത്തിൽ 3 വന്നവരുണ്ട്, 2 വന്നവരുണ്ട്, ഒരെണ്ണമെങ്കിലും വന്നവരുണ്ട്. വന്നിട്ടുണ്ടോ? തയ്യാറെടുത്തോ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചില ചെറുപ്പക്കാരിരുന്ന് ചിരിക്കുന്നു, ഉസ്താദേ ഈ പറഞ്ഞ 3 എനിക്കില്ല ഉസ്താദേ. എടാ വേണമെന്ന് നിർബന്ധമൊന്നുമില്ലടാ അനിയ. ഈ 3 അടയാളവും വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിന്നെ പോലെ ചിരിച്ച ഒരുത്തം ബൈക്ക് കൊടുത്തിട്ട് പോയതാ, ഇപ്പൊ പള്ളിക്കാട്ടി കിടക്കുന്നുണ്ട്. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പെങ്ങളെ, അള്ളാഹു തന്ന അള്ളാഹുവിന്റെ ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പെങ്ങളോട് പറയുകയാ, വെറുതെ കേട്ട് കളയാനുള്ള വാഴല്ല മോളെ. മരണസമയത്ത് ഏത് പണ്ഡിതനാകട്ടെ, ഏത് മഹാനാകട്ടെ, ഏത് ആലിമാകട്ടെ, നിന്റെ ചാരത്ത് വന്ന് നിന്നിട്ട് പറയുന്നു, പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു തരുമ്പോ പറയാൻ കഴിയാത്ത 5 വിഭാഗത്തിൽ 1ാമത്തെ വിഭാഗം ആരെന്നറിയുമോ? സഹാബാ. നമസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 1ാമത്തെ വിഭാഗം നമസ്കരിക്കാത്തവനല്ല. പടച്ചവനെ നമസ്കരിക്കാത്തവനെ കുറിച്ച് ചർച്ചയില്ലല്ലോ, അവൻ മുസ്ലിമല്ലല്ലോ. മഹാനായ
സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു വഖത്ത് നമസ്കാരം കാരണമില്ലാതെ മുടക്കിയാൽ അവന് കാഫിറാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങൾ പറയുന്നു, കാരണമില്ലാതെ ഒരു വഖത്ത് നമസ്കാരം ഒരു മനുഷ്യൻ മുടക്കി കഴിഞ്ഞോ പിന്നെ അവൻ ഇസ്ലാമിന്റെ പുറത്താണെന്ന് ഉമർ തങ്ങൾ പറയുമ്പോ, പടച്ചവനേ, പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോഴും പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരാ, എങ്ങനെയാടാ നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് കടന്നു വരുന്നതെന്നറിയുവോ? എവിടെങ്കിലും കിടന്ന് ചത്തുപോയാ നിന്നെയും കൊണ്ടുപോയി എല്ലാവരെയും കബറടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കുടിച്ചിടുമല്ലോ. നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന കാഹളത്തിൽ ഊതിക്കഴിയുമ്പോ കബർ പൊളിച്ചിട്ട് എഴുന്നേറ്റ് വരുന്ന കോലം എങ്ങനെയാ? പന്നിയുടെ രൂപത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, പന്നിയുടെ കോലത്തിലാണ് നാളെ പരലോകത്തേക്ക് നമസ്കരിക്കാത്തവനെ കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന് മെഹ്റാജിന്റെ രാത്രിയിൽ ഒരു കാഴ്ച കാണുകയാ. അല്ലാഹുവേ, അതാ തന്റെ സമുദായത്തിലെ ഒരു വിഭാഗത്തിനെ പിടിച്ച് കിടത്തിയിരിക്കുകയാണ്. അവരുടെ തലയുടെ മുകളിലേക്ക് വലിയ വലിയ പാറ കൊണ്ടുവന്നിട്ട് മലക്കുകൾ അവന്റെ തലയിലിടുകയാ. അവന്റെ തലച്ചോറ് പൊട്ടിച്ചിതറുകയാണ്. അല്ലാഹുവേ, താഴെ വീണ കല്ലതാ മലക്കുകളെ രണ്ടാമതും എടുത്തിട്ട് തിരിയുമ്പോ തലയതാ പഴയ രൂപത്തിലായിരിക്കുകയാ. പിന്നെയും അവന്റെ തലയുടെ മുകളിലേക്ക് പാറയിടുകയാണ്. പടച്ചവനെ, പിന്നെയും ഇങ്ങനെ മലക്കുകളെ ചെയ്തുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ കാഴ്ച കണ്ടിട്ട് അവിടെ നിന്ന് ചോദിച്ചു, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീല്? ആരാണ് ജിബ്രീല്? ഇവരെന്ത് പാപമാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്ന, നബിയേ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാഹ്, പടച്ചുറപ്പിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ അതിനുത്തരം നൽകാതെ പടച്ചുറപ്പിനെ മറന്നു നടന്നവരാ അവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ ഇതാ. എന്റെ പ്രിയമുള്ളവരെ, പ്രായമുള്ള വാപ്പമാര് നടക്കാൻ കഴിയാതെ വേച്ച് നടന്ന് പള്ളിയിലേക്ക് പോകുന്ന കാഴ്ച കണ്ടാൽ, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് ജമാഅത്തായി നമസ്കാരം നടക്കുമ്പോഴും ആ പള്ളിയുടെ മുന്നിൽ ഇരിക്കുന്ന കടക്കകത്തിരുന്ന് കച്ചവടം നടത്തുന്ന മനുഷ്യ, അല്ലാഹുവിനെ മറന്നുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ. നിനക്ക് കച്ചവടമാണല്ലോ വലുത്, നിനക്ക് ദുനിയാവല്ലേ വേണ്ടത്, നിനക്ക് പണമല്ലേ വേണ്ടത്. എന്റെ സഹോദരാ, നിനക്ക് പണം തന്ന റബ്ബിനതെടുത്ത് കളയാൻ അധികം സമയം വേണ്ട. പടച്ച റബ്ബിനെ മറക്കുന്നത് ദുനിയാവിന് വേണ്ടിയാ. എങ്കിലും എന്റെ പ്രിയപ്പെട്ടവര്, ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവര്, നിനക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ, അല്ലാഹുവേ, ഒരു ചെറുപ്പക്കാരിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി, മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. പടച്ചവനെ, മൂസാ നബി തിരിച്ചു വരുമ്പോഴും ഈ മനുഷ്യൻ അവിടെ ഇരുന്ന് കരയുകയാ, അവിടെ നിന്ന് ദുആ ചെയ്യുകയാ. മൂസാ നബി പറഞ്ഞു, അല്ലാ, എന്ത് നല്ല മനുഷ്യനാണ് റബ്ബേ. ഇങ്ങനെയും ചില അടിമകളുണ്ടല്ലോ തമ്പുരാന്, ഇവന്റെ ദുആ സ്വീകരിക്കണേ അല്ലാ. മൂസാ നബി അവിടെ നിന്ന് ദുആ ചെയ്യുകയാ. മൂസാ നബി അവിടെ നിന്ന് ദുആ ചെയ്യുകയാ. അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് പറയുന്ന, മൂസ നബിയേ, ഈ മനുഷ്യൻ ഇവിടെ ഇരുന്ന് കരഞ്ഞ് ഖിയാമത്ത് നാൾ വരെ ദുആ ചെയ്താൽ ഇവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല നബിയേ.
രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഈ കൈ രണ്ടും ഒടിഞ്ഞ് താഴെ വീണാൽ കരഞ്ഞ് 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 ഇവന്റെ കണ്ണുനീര് തീർന്നതിന് ശേഷം ഇവന്റെ തലച്ചോറ് ഇവന്റെ കണ്ണിലൂടെ ഒലിച്ചിറങ്ങിയാൽ ഇവിടെ ഇരുന്ന് ദുആ ചെയ്ത് ഇവന്റെ നട്ടല്ലൊടിഞ്ഞു പോയാൽ അല്ലാഹു ഇവന്റെ ദുആ സ്വീകരിക്കില്ല നബിയേ. അവിടെന്ന് ചോദിക്കുന്നു ജിബ്രീലേ, ഇവനെന്ത് പാപമാ ചെയ്തത്, ഇവനെന്ത് ദ്രോഹമാ ചെയ്തത് നബിയേ? ഇവൻ ദുനിയാവിന് വേണ്ടി അല്ലാഹനെ മറന്നവനാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, നമസ്കരിക്കാത്തവനെ കുറിച്ച് ചർച്ചയില്ല, നമസ്കരിക്കാത്തവനെ കുറിച്ച് ചർച്ചയില്ല. മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? നമസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഉസ്താദന്മാര് പള്ളിയിലെ മഗ്രിബ് നമസ്കാരത്തിൽ ഓതുന്ന ഒരു സൂറത്തുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, വൈലെന്ന് പറയുന്ന നരകം നമസ്കരിക്കുന്നവർക്കുള്ളതാ, വൈലെന്ന് പറയുന്ന നരകം നമസ്കരിക്കുന്നവർക്കുള്ളതാ. എങ്ങനെയാ നബിയേ, എങ്ങനെ നിസ്കരിക്കുന്നവർക്കാണ് നബിയേ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അശ്രദ്ധമായി നിസ്കരിക്കുന്നവരുണ്ടല്ലോ. പടച്ചവനെ, ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കുകയാ, ഇന്ന് പള്ളിക്കകത്ത് ബാങ്ക് വിളിച്ച് നമസ്കാരം നടക്കുമ്പോ ഇന്നത്തെ നമ്മുടെ നമസ്കാരങ്ങൾ കണ്ടാൽ, ഇന്നത്തെ ചെറുപ്പക്കാരുടെ നമസ്കാരം കണ്ടാ അല്ലാഹനെ കളിയാക്കുന്നത് പോലെയാണ്, എന്തോ കോമാളിത്തരം കാണിക്കുന്നത് പോലെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പരമനുഷ്യന്മാർ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഭക്ഷണം കഴിച്ച് വീട്ടിൽ നിന്ന് ചെറിയ കപ്പ കഴിച്ചു, ഗ്യാസ് കയറി പിടിച്ചെന്ന് തോന്നുന്നു, നെഞ്ചിനകത്തൊരു വേദന. അല്ലാഹു ശിഫയാക്കുമാറാകട്ടെ. കൂടിപ്പോയി മരിച്ചു, അതിൽ കൊടുത്തിട്ടൊന്നും ഇല്ല. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. എല്ലാവർക്കും മരിക്കാൻ പേടിയാ, എല്ലാവർക്കും മരിക്കാൻ പേടിയാ. എന്തിനാ മനുഷ്യ മരണത്തെ പേടിക്കണേ? ഇതുപോലൊരു സദസ്സിലാണെങ്കിൽ അൽഹംദുലില്ലാ അല്ലേ, ഇതുപോലൊരു സദസ്സിലാണെങ്കിൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ 40 പേര് നല്ലത് പറഞ്ഞാൽ അവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ പറയല്ലോ, വയത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ ചങ്ങാതി പോയല്ലോ, അങ്ങനെ മതിയില്ല. പണ്ടൊരു മനുഷ്യന്റെ അടുക്കൽ അസ്റായിൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വന്നു അത്രേ. റൂഹ് പിടിക്കാൻ വന്നപ്പോൾ ആ മനുഷ്യനോട് പറഞ്ഞു, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിച്ചതിന് ശേഷമേ റൂഹ് പിടിക്കാവൂ. അപ്പൊ അസ്റായിൽ അലൈഹിസ്സലാം മനുഷ്യനോട് ചോദിച്ചു, നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടോ? അപ്പൊ ആ ചങ്ങാതി പറഞ്ഞ എന്തെന്നറിയോ, 40 കൊല്ലമായിട്ട് നീ എപ്പോഴാ വരണേന്ന് പറഞ്ഞ് ഞാൻ കാത്തിരിക്കുക. 40 വർഷമായിട്ട് നീ എപ്പോഴാ വരുന്നത് എന്ന് ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 40 കൊല്ലം. എനിക്കൊരു ആഗ്രഹമില്ല, പിടിച്ചോളാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ അസ്റായിൽ ചോദിച്ചെന്ന്, അല്ല പറഞ്ഞതല്ലേ നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറ. എനിക്കൊന്നുമില്ലാന്നേ. പറ മനുഷ്യ, വല്ല ആഗ്രഹം പറയാ. എങ്കിൽ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാം. 2ാമത്തെ റക്അത്തിന്റെ സുജൂദിൽ കിടക്കുമ്പോ പിടിച്ചോളാം. കാരണം എന്ത്? മരണം നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? എന്തായാലും ഒരു ദിവസം വരും മനുഷ്യ, എന്തായാലും ഒരു ദിവസം മരണം വരും. ആ മരണം നല്ല സമയത്താണെങ്കിൽ അൽഹംദുലില്ലാഹ് സന്തോഷം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തുഖ്ഫത്തുൽ മുഅ്മിനി അൽ മൗത്ത് ഖാല നബിയുനാ റസൂലുള്ളാഹി
മരണമെന്ന് പറയുന്നത് അള്ളാഹു തന്റെ അടിമയ്ക്ക് കൊടുക്കുന്ന സമ്മാനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തരുന്ന സമ്മാനമാണ്, അതങ്ങോട്ട് വാങ്ങാ, അങ്ങോട്ട് പോകാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു, വൈലെന്ന് പറയുന്ന നരകം നമസ്കരിക്കാത്തവനല്ല, നമസ്കരിക്കുന്നവനാണ്. എങ്ങനെ നമസ്കരിക്കുന്നവർ? ഇന്നത്തെ ചെറുപ്പക്കാരുടെ നമസ്കാരം കണ്ടാ അല്ലാഹുവേ പടച്ചവനെ എന്നാ കാണിക്കണമെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് നിസ്കരിക്കുക, ഒരു മനുഷ്യൻ വന്ന് നിസ്കരിക്കുക. ആ നമസ്കാരത്തിന്റെ ഇടയിൽ ആ മനുഷ്യൻ തന്റെ താടി ഒന്നിങ്ങനെ നേരെയാക്കി. അത്രേ ഉള്ളൂ. നമസ്കരിക്കുമ്പോ തന്റെ താടി ഒന്നിങ്ങനെ നേരെയാക്കി. നമസ്കാരം കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനെ വിളിച്ചിട്ട് ചോദിക്കാതെ, നിനക്ക് അല്ലാഹനെ പേടിയില്ലേ? നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹുവിനെ കുറിച്ച് ഭയമില്ലേടാ? നമസ്കരിക്കുന്ന സമയത്ത് ആ താടി നേരെയാക്കണേ. ഇങ്ങനെ നീ അങ്ങ് മരിച്ചുപോയാ എന്റെ ഉമ്മത്തായിട്ടാ മരിച്ചതെന്ന് കരുതല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമസ്കരിച്ചപ്പോ താടി നേരെയാക്കിയവനോട് റസൂലുള്ളാഹി എങ്ങനെയാ പറഞ്ഞെങ്കിൽ, നിസ്കരിക്കുമ്പോഴാ ഫോൺ അടിക്കണേ, നിസ്കരിക്കുമ്പോ ഫോൺ അടിക്കും, എടുത്തിങ്ങനെ നോക്കും ആരാ വിളിക്കണേ. അലിച്ച് എടാ, ഫോൺ അടിക്കുന്ന സമയത്ത് അത് ഒന്ന് പോട്ടെ, ഫോൺ അടിക്കുന്ന സമയത്ത് ഇങ്ങനെ അങ്ങ് ഓഫാക്കാം, ഇങ്ങനെ ഓഫാക്കാതല്ല, എടുത്ത് നോക്കും ആരാന്ന്, എന്നിട്ടാ ഓഫാക്കണേ. നമ്മൾ നമസ്കാരം ഇന്നത്തെ കോലം കണ്ടിട്ടില്ല, നമസ്കരിക്കണ കാക്ക കൊത്തണ പോലെ കിടന്നിട്ട്, കാക്ക കൊത്തുന്നത് പോലെ കിടന്ന് നമസ്കരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് കളിയും തമാശയും അള്ളാന്റെ മുന്നിൽ നിന്ന് കളിയാക്കാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ ഒറ്റ വഖത്ത് നമസ്കാരം മതി, ഒരുപാടൊന്നും വേണ്ട. അപ്പൊ 60 കൊല്ലം നിസ്കരിക്കണമെന്നൊന്നുമില്ല, 50 60 കൊല്ലം നീ രാവും പകലും കിടന്ന് തലകുത്തി മറിയണമെന്നില്ല. നിനക്ക് സ്വർഗം വേണോ? നിന്റെ ജീവിതത്തിലെ ഒരു വഖത്ത് മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ പ്രവാചകൻ അവിടെന്ന് പറയുന്ന ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ അവിടെന്ന് സ്വലാം പറഞ്ഞ് പിരിയുമ്പോ നീ സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ നീ നരകത്തിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നതാ, നമസ്കാരം കഴിയുമ്പോ ഒന്നീ സ്വർഗത്തിന്റെ ലിസ്റ്റില് അല്ലെങ്കിൽ നരകത്തിന്റെ ലിസ്റ്റില് ആ നമസ്കരിച്ചവന്റെ പേരുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എല്ലാവരും ചോദിക്കും, ഉസ്താദേ നമസ്കരിക്കുന്ന സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്, മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. അതിന്റെ കാരണം എന്തെന്നറിയോ? ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞാൽ വലതുഭാഗത്തൊരു മലക്ക് നിൽക്കുന്നുണ്ട്, ഇടതുഭാഗത്ത് ഇബ്ലീസ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇബ്ലീസ് ചെവിയിലേക്ക് പഴയത് മുഴുവനും പറഞ്ഞു തരികയാ. പഴയ കാര്യങ്ങൾ മുഴുവനും ആരൊക്കെയാ നിനക്ക് പൈസ തരാനുള്ളത്? എല്ലാ ചെവിയിൽ ഇങ്ങനെ ശൈത്താൻ പറഞ്ഞു തരികയാ. ആ സമയത്ത് വലതുഭാഗത്ത് നിൽക്കുന്ന മലക്ക് ചോദിക്കുകയാ, മനുഷ്യാ നീ എവിടെയാ നിൽക്കുന്നതെന്നറിയോ? നിന്നെ പടച്ച നാഥന്റെ മുന്നിലാണ്, അല്ലാഹുവിന്റെ മുന്നിലാണ് നീ നിൽക്കുന്നത്. ഈ ശപിക്കപ്പെട്ടവന് പറയുന്നത് നീ കേൾക്കല്ലേ? അല്ലാഹുവേ, മലക്കവിടെന്ന് പറഞ്ഞു തരികയാ. നമസ്കാരത്തിന്റെ ഓരോ രംഗത്തിലും റുകൂഇൽ പോകുമ്പോ സുജൂദിൽ പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അനസ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, നിങ്ങൾ നമസ്കാരത്തിൽ സുജൂദിനെ ദീർഘിപ്പിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മോനെ, പെട്ടെന്ന് സുജൂദ് ചെയ്തിട്ട് എഴുന്നേറ്റ് ഓടല്ലടാ. റസൂലുള്ളാഹി പറയുകയാ, ഒരുപാട് സമയം നീ സുജൂദ് ചെയ്യണേ. കാരണം എന്തെന്നറിയുമോ? ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുമ്പോ അവന്റെ പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് ഉണക്കതാ മരത്തിൽ നിന്ന് ഉണക്കയില പൊഴിഞ്ഞു വീഴുന്നത് പോലെ സുജൂദിൽ കിടക്കുന്ന മനുഷ്യന്റെ തലയുടെ മുകളിൽ നിന്ന് പാപങ്ങൾ പൊടിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതാ പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് ഒരു വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് അവിടുന്ന് സലാം വീട്ടിക്കടിയുമ്പോ വലതുഭാഗത്ത് നിൽക്കുന്ന മലക്കങ്ങ് കെട്ടിപ്പിടിക്കുകയാ. എടാ സ്വർഗവാസിയെ, എടാ
ഭാഗ്യവാനാ, എടാ ഭാഗ്യവാന്, നീ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശിയാ. നിന്റെ പേര് പടച്ചുറപ്പിന്റെ സ്വർഗ്ഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. നീ അല്ലാഹു അനുഗ്രഹിച്ചവനാ. ഒരു വഖത്ത് നമസ്കാരം കഴിയുമ്പോ മലക്ക് പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇബ്ലീസിനെ അനുസരിച്ചാ മലക്ക് പറയുന്നു, എടാ നശിച്ചവനെ, എടാ നഷ്ടവാളിയേ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം കളഞ്ഞല്ലോടാ. പടച്ചറപ്പിന്റെ സ്വർഗ്ഗത്തിൽ കടക്കാൻ ഒരു അവസരം കിട്ടിയിട്ട് എല്ലാം നീ നശിപ്പിച്ചു കളഞ്ഞല്ലോ. നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറയുന്നു, മനുഷ്യ, ഒരു മനുഷ്യൻ നമസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ തന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെ നിസ്കരിച്ചാലാ സ്വർഗ്ഗം കിട്ടുന്നതെന്നറിയുവോ? ഒരു മനുഷ്യൻ നമസ്കരിച്ചത് എങ്ങനെയെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന്റെ വിരല് പഴുക്കുകയാ. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന്റെ വിരല് പഴുക്കുകയാണ്. വൈദ്യന്മാര് പറഞ്ഞു, വിരല് മുറിച്ചു മാറ്റണമില്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. ഉർവ റളിയല്ലാഹു തആല അൻഹു സമ്മതിക്കുന്നില്ല. പടച്ചവനെ, കുറച്ചു നാൾ കഴിഞ്ഞു, പഴുപ്പ് മുകളിലേക്ക് കയറിയിട്ട് കാൽപത്തി മുഴുവനും പഴുപ്പാവുകയാണ്. ഉർവ തങ്ങളോടപ്പോഴും വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ കാല് മുറിച്ചു മാറ്റണം, കാൽപത്തി മുറിച്ചു മാറ്റിയില്ലെങ്കിൽ മുകളിലേക്ക് പഴുപ്പ് കേറാൻ സാധ്യതയുണ്ട്. ഉർവതങ്ങളെ സമ്മതിച്ചില്ല. അവസാനം കാലിന്റെ പഴുപ്പ് മുകളിലേക്ക് കയറുകയാ. അപ്പോഴും വൈദ്യന്മാര് പറഞ്ഞു, തങ്ങള് മുട്ടിന്റെ താഴ്ഭാഗത്ത് വെച്ച് കാല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഇനി മുകളിലേക്ക് പഴുപ്പ് കയറാൻ സാധ്യതയുണ്ട്. അവസാനം ഉർവ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കാല് മുറിക്കുന്നതിന് വേണ്ടി സമ്മതിക്കുകയാ. അല്ലാഹുവേ, കാല് മുറിക്കുന്നതിന് വേണ്ടി വൈദ്യന്മാര് മുഴുവനും കടന്നു വന്നു. അതാ ഒരു ഗ്ലാസിന്റെ അകത്ത് കള്ള് കൊണ്ടുവരികയാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, തങ്ങള് ഈ കള്ള് കുടിക്കണം തങ്ങള്. എന്തിനാണെന്ന് ചോദിക്കുമ്പോ വൈദ്യന്മാരവിടെന്ന് പറഞ്ഞു, കാല് മുറിക്കുന്ന സമയത്ത് വേദന അറിയാതിരിക്കാരാ, കാല് മുറിക്കുന്ന സമയത്ത് വേദന അറിയാതിരിക്കാരാ. ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അതിന് കള്ളു കുടിക്കണ്ട, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ പോരെ. അവിടെ നിന്ന് ഒതുപെടുക്കുകയാ. എന്നിട്ട് വൈദ്യന്മാരോട് പറഞ്ഞു, ഞാൻ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ എന്റെ കാല് വെട്ടി മുറിച്ചോ. ഉർവ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ഒതുപെടുക്കുകയാ. പടച്ചറപ്പിന്റെ മുന്നിൽ മുസല്ലയിലേക്ക് കടന്നു നിന്നിട്ട് അല്ലാഹു അക്ബർ അവിടുന്ന് കൈകെട്ടുകയാണ്. അവിടുന്ന് വജ്ജകത്ത് ബോധുകയാണ്. അവിടുന്ന് ഫാത്തിഹ ബോധുകയാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു മരുന്നും കൊടുക്കാതെ, ഒരു മയക്കവുമില്ലാതെ, ഒരു മരവിപ്പിക്കലും നടത്താതെ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലങ്ങ് മുറിക്കുകയാ. പടച്ചവനെ, ജീവനുള്ള ഒരു മനുഷ്യന്റെ കാല് വെട്ടി മുറിക്കുകയാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹു അറിയുന്നില്ല. കാരണം പടച്ചറപ്പിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. കണ്ണിന്റെ മുന്നിൽ അല്ലാഹു നിൽക്കുകയാ. അവിടത്തെ കാല് വെട്ടി മുറിച്ചിട്ട് അറിഞ്ഞില്ല വാപ്പാ. അവിടത്തെ കാലങ്ങ് മുറിച്ചു മാറ്റുകയാണ്. രക്തമിങ്ങനെ ഒലിക്കുകയാണ്. രക്തമിങ്ങനെ ഒലിച്ചു കൊണ്ടിരിക്കുമ്പോ രക്തം നിൽക്കുന്നതിന് വേണ്ടി വൈദ്യന്മാര് ചെയ്തത് എന്തെന്നറിയോ? അല്ലാഹ് സൈതന്നെ തിളപ്പിക്കുകയാണ്.
അതാ എണ്ണ തിളപ്പിക്കുകയാ. എന്നിട്ട് തിളച്ച എണ്ണ അതാ മുറിവിലേക്ക് മുക്കിയാ രക്തം നിൽക്കുമെന്നാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാ. അവസാനം വൈദ്യന്മാര് തിളപ്പിച്ച എണ്ണ കൊണ്ടുവന്നിട്ട് ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലിലേക്ക് അങ്ങ് മുക്കുകയാണ്. എണ്ണയ്ക്കകത്തേക്ക് മുക്കുമ്പോ ഉർവതങ്ങൾ അങ്ങ് പിടഞ്ഞു വീഴുകയാ. അവിടത്തെ ബോധമങ്ങ് നഷ്ടപ്പെട്ടു പോയി. പഠിച്ചവനെ ആരാ പറയുന്നത്? വൈദ്യന്മാര് വല്ലാത്ത പ്രയാസത്തിലാണ്. ആരാണ് ബോധം തിരിച്ചു വരുമ്പോ കാല് മുറിച്ച് മാറ്റിയെന്ന് പറയുന്നത്? എല്ലാവരും ഇങ്ങനെ പ്രയാസത്തിൽ നിൽക്കുമ്പോ അല്ലാഹു അതാ കൊടുത്ത രണ്ടാമത്തെ ഒരു പരീക്ഷണം എന്തെന്നറിയുമോ? തന്റെ മക്കളിൽ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, കുതിരയുടെ ചവിട്ട് കൊണ്ട് മരണപ്പെടുകയാ. സ്വന്തം മകൻ മരിച്ചു, ഏറ്റവും ചെറിയ മകൻ മരിച്ചു, തന്റെ കാലും മുറിച്ചു. വൈദ്യന്മാര് പ്രയാസത്തിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഉർവ റളിയല്ലാഹു തആല അൻഹുവിന് ബോധം തിരിച്ചു വരുന്നത്. അവിടെന്ന് പറഞ്ഞു, തങ്ങളെ അല്ലാഹുവേ, നിങ്ങളുടെ ഏറ്റവും ഇളയ മകനുണ്ടല്ലോ, കുതിരയുടെ ചവിട്ട് കൊണ്ട് മരണപ്പെട്ടു. തങ്ങളെ തന്റെ പൊന്നാര മകന് മരണപ്പെട്ടു എന്ന് പറയുമ്പോ ഉർവതങ്ങൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. തന്റെ പൊന്നാര മകന് മരിച്ചു പോയെന്ന് പറയുമ്പോ അൽഹംദുലില്ലാഹ് പറയുകയാ. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങള് നമസ്കരിക്കുന്ന സമയത്ത് അങ്ങയുടെ കാല് മുറിച്ചു മാറ്റി. തങ്ങള് ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ്. എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ എന്തിനാ അൽഹംദുലില്ലാഹ് പറയുന്നത്? എനിക്ക് അല്ലാഹു തന്ന മക്കളിൽ നിന്ന് ഒരാളെയല്ലേ തിരിച്ചെടുത്തുള്ളൂ, ബാക്കി മക്കളെ എനിക്ക് അല്ലാഹു തന്നല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. അല്ലാഹു എനിക്ക് രണ്ട് കാല് തന്നിട്ട് ഒരു കാലല്ലേ തിരിച്ചെടുത്തുള്ളൂ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഉർവ റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് കരയുകയാ. എന്തിനാ തങ്ങളെ കരയുന്നത്? കാല് പോയതിന്റെ വിഷമം കൊണ്ടാണോ? കാല് പോയത് കൊണ്ടാണോ? ഉർവതങ്ങൾ പറയുന്നു, അല്ലാഹ്, ഇനി ഒരുപാട് നേരം എനിക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ റബ്ബേ. ഒരുപാട് നേരം പാതിരാത്രി മുഴുവനും നിന്റെ മുന്നിൽ നിന്ന് നിസ്കരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. എനിക്കൊരു കാലല്ലേ ഉള്ളൂ. മോനെ, നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു ആനന്ദമുള്ള കാര്യമോ? മോനെ, മഹാനായ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബി ഉണ്ടല്ലോ, ഉബൈബ് റളിയല്ലാഹു തആല അൻഹു, തൂക്കുമരത്തിലേക്ക് കയറ്റി നിർത്തിയിരിക്കുന്ന സമയത്ത് ഉബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ശത്രുക്കൾ ചോദിച്ചു, ഉബൈബേ, നിന്റെ അവസാനത്തെ മോഹമെന്താ? അവിടെന്ന് പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. മഹാനായ ഉബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പുതുപെടുത്തിട്ട് പെട്ടെന്ന് 2 റക്അത്ത് അങ്ങ് നമസ്കരിക്കുകയാ. നമസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അല്ലാഹുവേ നമസ്കാരം കഴിഞ്ഞു. പെട്ടെന്ന് നമസ്കരിച്ചിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നിട്ട് ഉബൈബ് തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാഹ്, എപ്പോഴും ഞാൻ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് നമസ്കരിക്കുന്നത്. ആദ്യമായിട്ടാണ് ചെറിയ സൂറത്ത് ഓതിയിട്ട് ഞാൻ പെട്ടെന്ന് നിസ്കരിച്ചത്. അല്ലാഹുവേ, വലിയ വലിയ സൂറത്ത് ഓതി നമസ്കരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടല്ലോ. പിന്നെ എന്തേ പെട്ടെന്ന് നിസ്കരിക്കാറുള്ള കാരണം എന്തെന്നറിയുമോ? ഞാൻ എങ്ങാണം എന്റെ നമസ്കാരം നീട്ടിയോ ഇവന്മാര് പറയും മരിക്കാൻ ഹുബൈബിന് പേടിയാണെന്ന്. അതുകൊണ്ടാണ് തമ്പുരാൻ
തമ്പുരാനെ പെട്ടെന്ന് ഞാൻ നിസ്കരിച്ചത് എന്ന് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ മരിക്കുന്ന സമയത്ത് നിന്റെ നാവ് പൊക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മരിക്കാൻ നിനക്ക് മോഹമുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവന്റെ ആഖിബത്ത് മോശമാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. 2, മരണസമയത്ത് നാവ് പൊക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത രണ്ടാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമല്ലോ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ സംസാരിക്കുന്ന മനുഷ്യ, നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ കഴിയില്ലെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത രണ്ടാമത്തെ വിഭാഗം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കുന്നവന്. ഫോണൊന്ന് താഴെ വെക്കാൻ നിനക്ക് വയ്യ. അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് പോലും ഫോണൊന്ന് താഴെ വെക്കാൻ വയ്യാത്തവരുണ്ട്. പള്ളിക്കകത്ത് കമ്മിറ്റി ഓഫീസിനകത്ത് ഇരുന്നിട്ട് അപ്പഴും ചർച്ച, പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവന്റെ ആഖിബത്ത് മോശമാ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, 6 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ സംസാരിച്ചാൽ അവന്റെ 30 വർഷം ചെയ്ത അമല്, നീ നിസ്കരിച്ചത്, ഖുർആൻ ഓതിയത്, സദക്ക കൊടുത്തത് എല്ലാം 30 കൊല്ലം ചെയ്ത അമല് എന്ത് ചെയ്താൽ മതി? ഒരു വട്ടം. 6 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയം, അറിയാ നിനക്ക് സുഖമാണോടാ, കുടുംബമൊക്കെ നന്നായിരിക്കുന്നോടാ എന്ന് ചോദിച്ചാൽ മതി. കൂടുതലൊന്നും വേണ്ട. കൂട്ടുകാരനെ കാണുമ്പോ 6 സമയങ്ങളിൽ ഇങ്ങനെ ചോദിച്ചാൽ പോലും നിന്റെ 30 വർഷത്തെ അമല് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒറ്റ വാക്ക് പറഞ്ഞ 30 കൊല്ലത്തെ അമല് നഷ്ടപ്പെട്ടു പോകുന്ന 6 സമയങ്ങളിൽ ഒരു സമയം ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബാങ്കിന്റെ ജവാബല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും പറഞ്ഞാൽ അവന്റെ 30 കൊല്ലത്തെ അമല് പൊളിഞ്ഞു പോകും. അല്ലാഹു നമ്മൾക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ പോയി. ഞാൻ ഒരു പ്രാവശ്യം സംസാരിച്ച എന്റെ ആയുസ് മുഴുവനും ചെയ്തത് പോയി. എനിക്കെല്ലാം പിന്നെന്താ ഉള്ളേ? എന്റെ പ്രിയപ്പെട്ടവരെ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കരുത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ ഇങ്ങനെ ബാങ്ക് വിളിക്കുന്ന സമയം സംസാരം പള്ളിക്കകത്ത്, പള്ളിയുടെ മുന്നിൽ, പള്ളി കമ്മിറ്റി ഓഫീസിന്റെ അകത്ത്, വീടിന്റെ അകത്ത് ഇരുന്ന് ഇങ്ങനെ ചർച്ചകളാ ഒഴിവാക്കും മനുഷ്യ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലരൊക്കെ വാച്ചി നോക്കുന്നു. 11 മണി ആയതുകൊണ്ടാണ്, അപ്പ നിർത്താറായതുകൊണ്ട് ചിലരൊക്കെ ഇങ്ങനെ വാച്ചി നോക്കുന്നു. 11 മണി നിർത്താറായോ? നിർത്താറായോ? പറയണോ നിർത്തണോ? ബക്കറ്റ് പിരിവ് നടത്തി 3 സലാത്തും പറഞ്ഞ് ദുആ ചെയ്താൽ തന്നെ 11:30 എന്ത് വേണം? നിർത്തണോ പറയണോ? പറയണമെന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്കിക്ക്. പൈസ ചോദിക്കുമ്പോഴേ ഉഷാറ് കാണിക്കണം. പൈസ ചോദിക്കൊടുത്ത മദ്രസയുടെ മുകളിൽ സീറ്റടിക്കണം. ചോദിക്കുമ്പോഴേ ഉഷാറ് കാണിക്കണം. അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ബറക്കത്ത് വേണോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? നിങ്ങൾക്ക് ആർക്കെങ്കിലും ബറക്കത്ത് വേണോ? വേണോ? വേണോന്ന് ആഗ്രഹമുള്ളവരുന്ന് കൈപൊക്കിക്ക്. ഒരു എക്സസൈസ് അല്ലേ, ഉറക്കം വരാതിരിക്കാനുള്ള എക്സസൈസ്. ചില വാപ്പമാർക്ക് കയ്യും ഇല്ല കാലും ഇല്ല. വാപ്പായ്ക്ക് ബറക്കത്ത് എന്താണെന്ന് അറിയത്തില്ല. അതന്നെ വാപ്പ എന്തെല്ലാം കിട്ടി, ഈ സാധനം ഇല്ലെങ്കിൽ ജീവിതം നശിച്ചു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബറക്കത്ത് വേണോ? ഉറക്കപ്പറ, ബറക്കത്ത് വേണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുത്തുനബി ദുആ ചെയ്തു, അല്ലാഹുവേ നീ ഒരു വാപ്പയ്ക്ക് ബറക്കത്ത് ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പണ്ടേ ദുആ ചെയ്തു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ദുആ ചെയ്തു, അല്ലാഹുവേ ഒരു വാപ്പയ്ക്ക് നീ ബറക്കത്ത് ചെയ്യണേ എന്ന്. അല്ലാഹു ആ വാപ്പമാരിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. ഏത് വാപ്പയ്ക്കാന്നറിയാവോ? ഏത് വാപ്പയ്ക്കാന്നറിയാവോ? തന്റെ മക്കളെ നേരെയാക്കുന്നതിന് വേണ്ടി വീട്ടിൽ ഒരു വടിവെട്ടി വെച്ചിരിക്കുന്ന വാപ്പയ്ക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തന്റെ മക്കളെ നന്നാക്കാൻ വേണ്ടി വീട്ടിൽ ഒരു വടി, ഒരു ചുള്ളിക്കമ്പെങ്കിലും നിന്റെ വീട്ടിൽ വെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ വാപ്പ നീ ആ ഭാഗ്യവാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ മക്കളെ നേരെയാക്കാൻ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിട്ടുള്ള വാപ്പമാരൊക്കെ ഒന്ന് കൈവയ്ക്കുക. കാണാനുള്ള കൊതി കൊണ്ടാ മനുഷ്യ. 4 പേര്, ഇത്ര പേര്.
നിങ്ങളുടെയൊക്കെ വാപ്പ നിങ്ങൾക്ക് തരേണ്ട സമയത്ത് തന്നു വളർത്തിയത് കൊണ്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. മക്കൾക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഓല ഗാനമേള നടക്കുന്നത് അപ്പുറത്തെ അമ്പലത്തിൽ, അല്ലെങ്കിൽ ആ റോഡിന്റെ സൈഡിൽ കട്ടൻ വീടിയും പഠിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മനുഷ്യ, നിനക്ക് ബറക്കത്ത് വേണം. ഇവിടുന്ന് പോകുമ്പോ വല്ലവന്റെ പറമ്പിൽ നിന്നല്ല, നിന്റെ പറമ്പിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങണ്ട, പൈസ കൊടുത്ത് ചൂരല് വാങ്ങണ്ട. നിന്റെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിന്റെ പറമ്പിൽ നിന്നൊരു ചുള്ളിക്കം പൊടിച്ച് നിന്റെ വീടിന്റെ അകത്ത് കൊണ്ടുവെക്ക്. അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ഇന്ന് പോകുമ്പോ ഒരു വടി പിടിച്ചു വെക്കുവോ? പറമനുഷ്യന്മാരെ വെക്കോ? നിനക്ക് വേണമെങ്കിൽ വെച്ചാൽ മതി. നിനക്ക് പൈസ കിട്ടിയിട്ട് എനിക്ക് നേട്ടമൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് ബറക്കത്തുണ്ടായിട്ട് നമുക്ക് വല്ല നേട്ടമുണ്ടോ? പറമനുഷ്യന്മാരുണ്ടോ? ഇല്ല. അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു വടി വെട്ടി വെക്കൂലേ? വെച്ചൂടെ? പറ വെച്ചൂടെ? നീയത്ത് ചെയ്യുന്ന വാപ്പമാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. മക്കളെ നന്നാക്കാൻ ഒരു വടി. എന്റെ ഉസ്താദെ, നിങ്ങളല്ല നിങ്ങളുടെ ഉപ്പാപ്പ നോക്കിയാൽ എന്നെ നന്നാക്കാൻ പറ്റൂല. അങ്ങനെ ചിലതുണ്ട്. നീ ഇപ്പൊ വടി വെട്ടി വെച്ചാ മക്കളുടെ കയ്യിൽ നിന്ന് തിരിച്ചു കൊള്ളാതിരുന്നാ കൊള്ളാം. മക്കളുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് മക്കളിപ്പോ വാപ്പമാരുടെ നേരെയാ. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക. ആരുടെയെങ്കിലും ഭവനത്തിൽ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരുടെയെങ്കിലും വീട്ടിൽ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ ബറക്കത്തുണ്ട്. അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു നൽകുമാറാകട്ടെ. 4 കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. 4 കാര്യം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. വാങ്ങിയൊന്നും വെക്കണോ ഞാൻ പറയില്ല. ഈ പറയുന്ന 4 കാര്യങ്ങൾ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ബറക്കത്തുണ്ട്. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. 1, നേരെ ഇരിക്കും, നേരെ ഇരുന്നു. മക്കളെ കേട്ടോടാ, വീട്ടിൽ ഉണ്ടോ നോക്കണം കേട്ടോ. 1, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അശ്ശാത്തു ഫിദ്ദാരി ഫീഹിന്ന ബറക. ആരുടെയെങ്കിലും വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാ വളർത്തിയ? നിങ്ങളുടെ വീട്ടിലുണ്ടോ? നീ കൂട്ടത്തിരിക്കണ ആരുടെയെങ്കിലും വീട്ടിൽ ഒരു ആട്ടുകുട്ടിയെങ്കിലും ഉണ്ടെങ്കിൽ അത് കൈവയ്ക്കുക. TV ഉണ്ടോ എല്ലാരും വീട്ടില്? പൊക്കണ്ടാട്ടാ, എനിക്ക് നാളാൻ വയ്യ. ഉസ്താദെ, 1 എണ്ണമല്ല 2 എണ്ണം. ബറക്കത്തിന് ഇത്രയും ഉണ്ട്. ഓരോ ടിവിയുടെ നീളം കണ്ട. ഞാൻ ഇന്നൊരു വീട്ടിൽ പോയപ്പോ ടിവിയുടെ നീളം പഠിച്ചനെ ഇങ്ങനെ നിന്ന് നോക്കി, ഇത്രയ്ക്ക് നീളം. അല്ലാഹു അലം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആരുടെ വീട്ടിലാണോ ആടിനെ വളർത്തുന്നത് അവന്റെ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആട് എല്ലാ പ്രവാചകന്മാരും മേച്ചത് ആടിനെയായിരുന്നു. ആടിനെ മേക്കാത്ത ഒരു പ്രവാചകനില്ല. ആടെന്ന് പറയുന്ന ജീവി നല്ല ബറക്കത്തുള്ളതാ കേട്ടാ. 2 ആരുടെ വീട്ടിലാണോ കോഴിയെ വളർത്തുന്നത് അവന്റെ വീട്ടിൽ ബറക്കത്തുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉണ്ടോ? തിന്നാൻ മാത്രമുള്ള ജീവിയല്ലത്, വീട്ടിൽ വളർത്തണം. പിന്നെ പെണ്ണുങ്ങൾ പറയും, പിന്നെ ഞാനിപ്പോ ആടും കോഴിയൊക്കെ ആയിട്ട് വന്ന് നിൽക്കുക, അങ്ങനെ വേറെ പണിയൊന്നുമില്ല. ലക്ഷങ്ങൾ കൊടുത്തിട്ടിരിക്കുന്ന വീടിന്റെ അകത്ത് ആടും കെട്ടി കോഴിയൊക്കെ വളർത്താൻ പറ്റുമോ? നിനക്ക് വേണമെങ്കിൽ വളർത്ത്. കോഴി എന്ന് പറയുന്ന ജീവി അത് വീട്ടിൽ വളർത്തിയാൽ ബറക്കത്തുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 3 എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളുടെ നാട്ടിൽ ആട്ടുകല്ലെന്ന് പറയും. ഇവിടെ എന്ത് പറയുന്ന എനിക്കറിയില്ല. ഈ ആട്ടുകല്ല്, ഈ ഗ്രൈൻഡറില്ലേ, അമ്മിയില്ലേ, എന്താ പറയുന്നത്? അപ്പൊ ഇങ്ങനെ ആക്കുന്നതിന് എന്ത് പറയും? 2നും അമ്മീന്നാ പറയുന്നത്. പോട്ട്, കാര്യം മനസ്സിലായല്ലോ. ഇങ്ങനെ ആക്കണത്തില്ലേ? പച്ചരിയൊക്കെ വാരിയിട്ടിട്ട് പണ്ട് നമ്മുടെ അമ്മ ഇങ്ങനെ ആട്ടേണ്ട ഒരു കല്ലുണ്ടല്ലോ, ആ കല്ല്. സാധനം മനസ്സിലായല്ലോ. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഉണ്ടോ? ഇല്ല. ആരുടെ വീട്ടിലാ ഇതുള്ളത്? ഇല്ല മനുഷ്യ. ഇതേത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബറക്കത്തുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 4 മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി ആരുടെ വീട്ടിലുണ്ട്? ആരുടെ വീട്ടില്? ചോറ് വെക്കുന്നത് ഇപ്പൊ കരണ്ടില്ല. പണ്ട് ചോറൊക്കെ വെക്കണം. ഇപ്പൊ പെണ്ണുങ്ങള് അരവേവ് കഴിഞ്ഞാൽ ദമ്മു ബിരിയാണി വെക്കണ പോലെ ഇപ്പൊ എടുത്ത് പാത്രത്തിൽ അടച്ചു വെക്ക. ഇപ്പൊ ആരുടെ വീട്ടിലാ ചട്ടിയും കലൊക്കെ ഉള്ള? മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു കറിച്ചട്ടി. എന്തെന്നറിയോ? മനുഷ്യ, വന്ന വഴി ഒരിക്കലും മറക്കരുതെന്നാ ഇത് പഠിപ്പിക്കണേ. നീ വന്ന വഴി മറന്നു പോകരുത്.
നമ്മളൊക്കെ മറന്നുപോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ബർക്കത്ത് വേണമെങ്കിൽ നാളെ രാവിലെ ഇവിടുത്തെ മാർക്കറ്റിൽ പോയി ഒരാട്, ഒരു കോഴി, ഒരു ആട്ടുകല്ല്, ഒരു ചട്ടി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവെക്കട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.